ഇപ്പോൾ ഞാൻ എൻ്റെ ഓക്കെ യെസ്. ഓക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ സാറേ. അപ്പോൾ നമ്മുടെ പ്രതിമാസ സാംസ്കാരിക സന്ധ്യ സാന്ദ്രലയം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് പ്രാർത്ഥനാ ഗാനത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ഫിലോമിനാജിയെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കിട്ടിയ നമ്മുടെ നല്ല ദിവസത്തിന് വേണ്ടി ആദ്യമേ നമുക്ക് നന്ദിയോടെ തുടങ്ങാം. പിണർവഴി നമ്മളെ എല്ലാവരെയും ഒരുമിച്ചാക്കിയതിനും ഈ പ്രത്യേക സാന്ദ്രലയത്തിന് നമ്മളെ എത്തിച്ചതിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടാണ്. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനു നന്ദിയേകിട, അങ്ങു തന്ന സ്നേഹത്തിനു നന്ദിയേകിട. നന്മരൂപനേ നല്ല ദൈവമേ, അങ്ങു തന്ന മോദത്തിനു നന്ദിയേകിട, അങ്ങു തന്ന ദുഃഖത്തിനു നന്ദിയേകിട. നല്ല രൂപനേ നല്ല ദൈവമേ, ലാഭനഷ്ടമെന്തിനും നന്ദിയേകിടാം, നേട്ടം കോട്ടമെന്തിനും നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, ബുദ്ധിജ്ഞാന ശക്തിക്കായി നന്ദിയേകിടാം, സിദ്ധിമുക്തി തൃപ്തിക്കായി നന്ദിയേകിടാം. സ്നേഹരൂപനേ സർവശക്തനേ, കാഴ്ച തന്ന നാഥന് നന്ദിയേകിടാം, കേൾവി തന്ന നാഥന് നന്ദിയേകിടാം. കരങ്ങൾ കൂപ്പിടാം നന്ദിയേകിടാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. താങ്ക് യു. കേൾക്കുന്നില്ല സാറേ, സാർ പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി ജയശ്രീയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേൾക്കാമോ സാറേ? കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പ്രതിമാസ പുനർനവ ഗ്രൂപ്പിന്റെ പ്രതിമാസ സാന്ദ്രലയം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന നമ്മുടെ ജേക്കബ് സാർ, പിന്നെ നമ്മുടെ ഒരു കഥയിലൂടെ നമ്മളെ ഭാവനാ ലോകത്തേക്ക് നയിക്കുന്ന നമ്മുടെ അഡ്മിൻ പ്രദീപ് സാർ, ധ്യാന കഥയിലൂടെ നമ്മളെ ഒരു ധ്യാന കഥകൾ നമുക്ക് സമ്മാനിക്കാൻ എത്തുന്ന നമ്മുടെ ഹരി സാർ, അതിമനോഹരമായ ഗാനങ്ങളുമായി എത്തുന്ന റോസ് ടീച്ചർ, അരുൺജി, ജ്യോതി ടീച്ചർ, അംബികാജി, ഇവരെല്ലാം ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കവിതയുമായി എത്തുന്ന നമ്മുടെ ഗാനകോകിലം ഗീത ടീച്ചർ, പിന്നെ കഥാഖ്യാനം നടത്തുന്ന നമ്മുടെ മോഹൻദാസ് സാർ, പാചക രുചിക്കൂട്ടുമായി എത്തുന്ന നമ്മുടെ പ്രിയങ്കരിയായ രാധ ചേച്ചി, പിന്നെ നമുക്ക് ഈ പ്രോഗ്രാം എല്ലാം കണ്ട് നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് നൽകാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ബാലകൃഷ്ണൻ സാർ, ഇതിലെല്ലാം ഉപരി നമ്മുടെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ ജേക്കബ് സാർ, ഇതിലെല്ലാം ഉപരി ഇങ്ങനൊരു പ്രോഗ്രാം നടത്താൻ ഇനിഷ്യേറ്റീവ് എടുത്ത നമ്മുടെ ജോഷി സാർ, എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന ഈ എല്ലാ പ്രോഗ്രാമും കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾക്കാൻ ഇവിടെ വളരെ ആശയോടെ എല്ലാ
തിരക്കുകളും ഒഴിച്ച് നമ്മളെ ശ്രവിക്കാനായിട്ട് നമ്മുടെ പരിപാടികൾ ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു ജയശ്രീ. ഇനി അടുത്തത് നമ്മുടെ ഈ പ്രോഗ്രാമില് അധ്യക്ഷ പ്രസംഗം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മളെ കഴിഞ്ഞ നവംബർ മുതൽ തുടങ്ങിയ ഈ പ്രോഗ്രാം ഓരോ മാസവും വളരെ കൃത്യമായി നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ഈ മാസം സെക്കൻഡ് സാറ്റർഡേയിൽ അത് നടത്താൻ കഴിയാതെ പോയി. ഈ ഇലക്ഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി. മാത്രമല്ല മറ്റ് പലരും ഈ രണ്ടാം ശനിയാഴ്ച ചില അസൗകര്യങ്ങളും വിളിച്ചു പറഞ്ഞതുകൊണ്ട്, എന്നാൽ അത് മൂന്നാം ശനിയാഴ്ചത്തേക്ക് ഈ മാസം മാത്രമായിട്ടൊന്ന് മാറ്റിവെച്ചതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഈ കുഞ്ഞ് സ്ക്രീൻ മുഖേന നമ്മളെ എല്ലാവരെയും വീണ്ടും ഒന്നിപ്പിച്ചിരിക്കുന്ന ഈ മനോഹരമായ സാന്ദ്രലയം സാംസ്കാരിക സന്ധിയിലേക്ക് എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകം നമ്മുടെ ഗുരുക്കന്മാരായ സുരേഷ് സാറ്, ഹരിജി, രമ്യാജി, ഫിലോമിനാജി, സുനിതാജി, പിന്നെ നമ്മുടെ സീനിയർ അംഗം ജോഷ് സാറ് തുടങ്ങി എല്ലാവരെയും, നമ്മുടെ ചീഫ് അഡ്മിൻ പ്രദീപ് സാറ്, അങ്ങനെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ ഈ സാംസ്കാരിക പരിപാടികളെല്ലാം ഒരുമിച്ച് ഒരു ഹാളിൽ കൂടിയിരിക്കാറാണ് പതിവ്. നമ്മുടെ ഈ സാന്ദ്രലയത്തിന്റെ ഹാളെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വീടുകളാണ്. ചിലർക്കത് ഹാളാവും, ചിലർക്കത് ബെഡ്റൂം ആവും, ചിലര് അടുക്കളയിൽ നിന്ന് പോലും ആയിരിക്കാം. അതിനായി അപ്പോൾ ഹാളിലൊക്കെ ഒരുപക്ഷെ ഹാളിൽ നടക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ദയവായി മൊബൈൽ സൈലന്റ് ആക്കുക എന്നൊരു അറിയിപ്പ് പറയും. പക്ഷെ ഇവിടെ അതിന് പകരം മൈക്ക് മൂട്ടാക്കുക എന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. സാന്ദ്രലയം എന്നത് നമ്മുടെ പേര് പോലെ തന്നെ ഹൃദയത്തിന്റെ താളങ്ങളും കലയുടെ നാദങ്ങളും ഒത്തുചേരുന്ന ഒരു വേദിയാണ്. ദൂരം ഒരുപക്ഷെ നമ്മളെ വേർതിരിക്കുമ്പോഴും ഇതിലൂടെ അവതരിപ്പിക്കുന്ന ഈ കല നമ്മളെ വീണ്ടും ഒന്നിപ്പിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ ഓൺലൈൻ സംഗമം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വെറും ഒരു പ്രകടനങ്ങൾ മാത്രമല്ല, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന സൃഷ്ടികളാണ്. ചിലപ്പോൾ നിർഭാഗ്യവശാൽ ചിലപ്പോൾ നെറ്റ്വർക്ക് ഒന്ന് തകരാറായാൽ പോലും ചിലപ്പോൾ അല്ലെങ്കിൽ ശബ്ദം പോകാം. എന്നാലും നമ്മുടെ ആവേശം ഒരിക്കലും ഒട്ടും കുറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുനർനവ യോഗ ഗ്രൂപ്പ് എന്ന ഒരുപോലെ തന്നെ പുതുമയും പുതുജീവനും നൽകുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞു. ഓരോ ഒത്തുചേരലും നമുക്ക് തരുന്ന ഊർജം ചില്ലറയല്ല. അവസാനം നമ്മൾ ഇപ്പോൾ അടുത്ത സമയത്ത് നിസ ദമ്പതികളുടെ മകളുടെ വിവാഹ ദിനം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. ഓരോ മാസവും പക്ഷെ ഈ വേദി നമ്മൾ പുതിയ പുതിയ പ്രതിഭകളെ കണ്ടെത്തുകയും പഴയ ബന്ധങ്ങളെ പുതുക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വേദിയും അതിന്റെ മനോഹരമായ ഒരു തുടർച്ചയായിരിക്കും. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരായ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു, അനുമോദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ പരിപാടിയും നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കാനും നമ്മൾ കാണുന്നവരായ പ്രേക്ഷകർ ഒരു ഹാളിലാണെങ്കിൽ കയ്യടി ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ കയ്യടിക്ക് പകരം ഇപ്പൊ കയ്യടി അല്ലല്ലോ, ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഈ കൊച്ചു സ്ക്രീനിൽ ചില സിമിലികളാണ്, ഒരു തംസപ്പോ, അങ്ങനെയാണ് നമ്മുടെ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ ഇന്ന് ഈ മനോഹരമായ സന്ധ്യയിലും ഓരോ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നല്ല റിയാക്ഷനുകൾ ഉണ്ടാകട്ടെ. സത്യത്തിൽ ഈ ഓൺലൈൻ പരിപാടി സംഘടിപ്പിക്കുന്നത് പലപ്പോഴും ഒരു റിസ്കാ. ഇപ്പൊ തന്നെ സൗണ്ട് കേൾക്കുന്നോ അല്ലെ മൈക്ക് കേൾക്കുന്നുണ്ടോ എന്ന ഒരു ആശങ്കയും
ഒരു ഇടകലരുന്ന ഒരു ആ, ഒരു ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ഒരു ആശങ്കയുടെ ഇടയിലാണ് നമ്മൾ ഇങ്ങനെ ഓരോ സന്ധ്യയും സാന്ദ്രലയം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് എല്ലാ മാസവും നടക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അവതരിപ്പിക്കാത്തവർ അടുത്ത മാസം തീർച്ചയായും പുതിയ പരിപാടികൾ അവതരിപ്പിക്കാൻ കടന്നു വരണം. ഈ സന്ധ്യ നമുക്ക് ഹൃദയപൂർവ്വം ആസ്വദിക്കാം. സ്ക്രീൻ എത്ര ചെറുതായാലും മനസ്സ് വലുതായാൽ ആഘോഷം അതിലും വലുതാകും. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു പ്രോഗ്രാം എന്നത് നമ്മുടെ പ്രിയ പ്രദീപ് സാറിന്റെ കഥയാണ്. ആ കഥയ്ക്കായിട്ട് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സാറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സാന്ദ്രലയത്തിന്റെ ഒരു മാറി വന്ന ഷെഡ്യൂളാണെന്ന്. മൂന്നാം ശനിയാഴ്ചയാണ്. ഏതായാലും അതിനകത്തൊരു പ്രത്യേകത ഞാൻ കാണുന്നത്, സാധാരണ സാന്ദ്രലയത്തിന് നമ്മളൊരു 25 പേരെങ്കിലും തുടങ്ങിക്കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, അതായത് ഒരു 8:35 ആകുമ്പോൾ കാണുന്നത്. പക്ഷെ ഇന്നിപ്പം 14 പേര്. എന്തുകൊണ്ടാണ് ആൾക്കാര് ഇത് മറന്നുപോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും 14 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ക്രൗഡിന്റെ 3-1 ഉള്ളൂ. അപ്പൊ അത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ഇന്നത് പ്രോഗ്രാം നടത്താന്ന് പറഞ്ഞ് ചില ആൾക്കാരെ പോലും ഇപ്പം കാണാനില്ല എന്നുള്ളൊരു ചെറിയൊരു ഖേദകരമായ കാര്യമാണ്. എനിവേ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാനൊരു കഥ, സാധാരണ കഥ അവതരിപ്പിക്കുന്നത് ഈ കഥ വായിച്ചുകൊണ്ടാണ്. ഈ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഞാൻ പൂർണ്ണമായി വായിക്കുന്നില്ല, അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ എൻ്റെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ ശബ്ദം കറക്റ്റായിട്ട് ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി ഞാൻ സംസാരിക്കുന്നത് ബിരിയാണിയെ കുറിച്ചാണ്. ഈ വടക്കൻ കേരളത്തിലെ വിവാഹ സൽക്കാരങ്ങളിൽ ബിരിയാണി വളരെ സ്ഥിരമായി വിളമ്പുന്ന ഒരു ആഹാര പദാർത്ഥമാണ്. അങ്ങനെ നടക്കുന്ന ഒരു ബിരിയാണി വിരുന്നിനെ ചുറ്റിയാണ് നമ്മുടെ ഇന്നത്തെ കഥ വിടരുന്നത്. സന്തോഷ് ഏച്ചിക്കാനം, ആധുനിക യുവ കഥാകാരന്മാരിൽ, മലയാളി കഥാകാരന്മാരിൽ വളരെ പ്രശസ്തനായ ശ്രീ സന്തോഷ് ഏച്ചിക്കാനം 2016 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കഥയാണ് ബിരിയാണി എന്ന ചെറുകഥ. അതിനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോ ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന വളരെ ധൂർത്തും ആഡംബരവും ഒക്കെ കൈമുതലാക്കിയ മുതലാളിമാർ ധാരാളം. അതുപോലെ തന്നെ മറുവശത്ത് പട്ടിണിയും പരിവട്ടമായി കഴിയുന്ന, പട്ടിണി കൊണ്ട് മരണപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ രണ്ട് വിഭാഗം ആൾക്കാരും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഇടപെടലാണ് ഈ കഥയുടെ ശരിയായ ഒരു തന്തു. പിന്നെ അതിന്റെ കഥ അവസാനിക്കുമ്പോഴത്തേക്കും അത് എത്രമാത്രം നമ്മളെ ഗഹനമായി സ്പർശിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുമായിരിക്കും. ഇപ്പൊ ഞാൻ ആ കഥയുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ ധൂർത്തിന്റെ പ്രതീകമായ ധനികനും ആഡംബരപ്രിയനുമായ കലന്തർ ഹാജിയുടെ കൊച്ചുമകന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഉള്ള സത്കാരമാണ് കഥയുടെ പശ്ചാത്തലം. 5000 പേർ പങ്കെടുക്കുന്ന നിക്കാഹിന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വേദിയും കൂറ്റൻ പന്തലും വെള്ളവരിച്ച മേശകസേരകളും ഒക്കെ തയ്യാറായിട്ടുണ്ട്. പഞ്ചാബിൽ നിന്ന് ഇറക്കിയ 1 ലോഡ് ബസ്മതി അരിയിൽ തയ്യാറാക്കിയതാണ് അന്നത്തെ ബിരിയാണി. അബുദാബിയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും വന്ന പ്രത്യേക പാചക വിദഗ്ധർ തയ്യാറാക്കിയ ഭക്ഷണം, ഇതിലധികം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി, അതിനകത്ത് വളരെയധികം മിച്ചം വന്നു. അപ്പൊ ഈ ബസ്മതി അരിയെ കുറിച്ച്
നമുക്കറിയാം, നമ്മൾ പലരും ബിരിയാണി കഴിക്കുന്നവരാണ്. ബസ്മതി അരിയെ കുറിച്ച് നമുക്ക് അറിയാം. എന്നാലും ബസ്മതി അരിയെ കുറിച്ച് ഈ കഥയിൽ വിവരിക്കുന്ന കാര്യം, അതിന് പറയുന്ന കാര്യം ഞാനൊന്ന് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ രണ്ടുപേരും സംസാരിക്കുകയാണ് ഈ ബസ്മതി അരിയെ പറ്റി. അവിടെ ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ വലിയ പ്രസക്തി ഇല്ലാത്ത രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഇത് വെറും ബിരിയാണിയല്ല, കുഴിമന്തി വരെയുണ്ട് മോനെ. ഇത് വടക്കൻ കേരളത്തിൽ നടക്കുന്ന, കാസർഗോഡ് ഭാഗത്ത് നടക്കുന്ന ഒരു ബിരിയാണി സദ്യയുടെ കഥയാണ്. അപ്പൊ അതിന്റെ സംസാരത്തിന് അതിന്റെ ആ സ്ലാങ് ഉണ്ടാവും. വെറും ബിരിയാണിയല്ലേ, കുഴിമന്തി വരെയുണ്ട് മോനെ. ഇത് ഈടത്തെ ലോക്കൽ ഇച്ചാമാരുടെ മംഗലത്തിന് കിട്ടുന്ന ചല്ലുപുല്ല് ബിരിയാണി ഒന്നുമല്ല, ഒന്നാം തരം ബസ്മതി അരിന്റെ ബിരിയാണിയാണ്. പഞ്ചാബിൽ നിന്ന് ഒരു ലോഡ് അങ്ങനെ തന്നെ ഇറക്കി. ഒരു ലോഡോ? രാമേന്ദ്രന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്നലെ മോന്തിക്ക് ലോറി വന്ന് പെരേന്റെ മുമ്പിൽ നിർത്തിയപ്പോ, എന്റെ രാമേന്ദ്ര, നീ പറഞ്ഞാൽ വിശ്വസിക്കൂല, മുല്ല പൂത്ത പോലെ ഈ നാടിടിയില് മണത്ത്. ആ വാസന ഇപ്പോഴും എന്റെ മൂക്കിൽ നിന്ന് പോയിട്ടില്ലടാ. അതാണ് ബസ്മതി. ഈ ബസ്മതിക്ക് ഈ കഥയിൽ വലിയൊരു റോളുണ്ട്. ബസ്മതി അരി ഒരു ലോഡ് ഇറക്കിയിട്ടാണ് ഈ കലന്തൻ ഹാജിയുടെ കൊച്ചുമകന്റെ കല്യാണത്തിന് ബിരിയാണി തയ്യാറാക്കി. കഥയിലെ പ്രധാന കഥാപാത്രം ഗോപാൽ യാദവ് എന്ന ബീഹാറി കൂലിപ്പണിക്കാരൻ. പട്ടിണി കാരണം ജോലി തേടി 15 വർഷം മുമ്പ് കേരളത്തിലെത്തിയ ഗോപാൽ യാദവിനെ ഈ വിവാഹ സൽക്കാരത്തിന്റെ ദിവസം കലന്തർ ഹാജിയുടെ വീട്ടിലേക്ക് പണിക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ കലന്തൻ ഹാജിയുടെ സ്ഥലത്ത് പണിക്ക് വരുന്ന ഈ ഗോപാൽ യാദവിന് എന്ത് ജോലിയാണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞില്ല. പക്ഷെ അയാൾക്ക് അവിടെ വന്നപ്പോ ഈ കാറ്റിൽ ബസ്മതി അരിയുടെ സുഗന്ധം ഗോപാലിനെ സ്വന്തം ഗ്രാമമായ ബീഹാറിലെ ലാൽ മാത്തിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ അതിനെപ്പറ്റി കഥയെ പറയുന്നത് ഇങ്ങനെയാണ്. കാറ്റിൽ ബസ്മതി അരിയുടെ സുഗന്ധം. ലാൽ മാത്തിയയിൽ ഷുക്കൂർ മിയയുടെ കടയിൽ വെച്ചാണ് ഗോപാൽ യാദവിന് മാതങ്കി ആദ്യമായി ഈ അരി കാണിച്ചു കൊടുക്കുന്നത്. അവൾക്കെന്ന് 6-ാം മാസമായിരുന്നു. 6 മാസം ഗർഭിണിയായ ഭാര്യ മാതങ്കിക്കാണ് ഈ ബസ്മതി അരിയിൽ വലിയ ആവേശം ഉണ്ടായത്, വലിയ താല്പര്യം ഉണ്ടായത്. ചാക്കിൽ നിന്ന് ഒരു പിടി അരി വാരി മൂക്കിന് നേരെ കൊണ്ടുവന്നപ്പോൾ അതിന്റെ വാസനയേറ്റ് അവളുടെ കണ്ണുകൾ ഒന്ന് പതുക്കെ അടഞ്ഞു. തങ്ങളെ പോലുള്ളവർക്ക് അത് വില കൊടുത്ത് ഉണ്ണാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. എങ്കിലും അയാൾ നിരാശപ്പെടുത്തിയില്ല. 50 ഗ്രാം തൂക്കിത്തരാൻ ഷുക്കൂർ മിയയോട് പറഞ്ഞു. തിരിച്ച് വീട്ടിലെത്തും വരെ അവൾ അത് വായിലിട്ട് ചവച്ചുകൊണ്ടേയിരുന്നു. അരിമാവ് പശുവിൻ പാൽ പോലെ അവളുടെ കടവായിലൂടെ ഒഴുകി വന്നപ്പോൾ അത് തുടയ്ക്കാൻ സമ്മതിക്കാതെ ഗോപാൽ ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു, ഒരു പശുക്കുട്ടിയെ കാണുന്നത് പോലെ. അങ്ങനെ ബീഹാറിലെ ലാൽ മാത്തിയയില് പണമില്ലാതെ സ്വന്തം ഭാര്യയ്ക്ക് 50 ഗ്രാം ബസ്മതി മേടിച്ചു കൊടുത്ത ഗോപാൽ യാദവാണ് ഇവിടെ ബസ്മതി അരി, ഒരു ലോഡ് ബസ്മതി അരി ഇറക്കിയിരിക്കുന്ന ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്ത് പണിക്ക് വരും. ഗോപാൽ യാദവിന് ബീഹാറിൽ കൽക്കരി ഖനിയിലായിരുന്നു ജോലി. 250 കിലോ കൽക്കരി സൈക്കിളിൽ വെച്ച് 40 കിലോമീറ്റർ തള്ളിക്കൊണ്ടു പോകണം. 150 രൂപ കിട്ടിയാൽ പോലീസിനും ഗുണ്ടകൾക്കും കൊടുത്ത് സൈക്കിൾ റിപ്പയറിംഗ് കഴിഞ്ഞാൽ 10 രൂപയാണ് ഒരു ദിവസം മിച്ചം കിട്ടുന്നത്. പാതിരാത്രി സൈക്കിൾ ചവിട്ടി അവശനായി വീട്ടിലെത്തുമ്പോൾ തന്നെയും കാത്ത് വിശന്നു പൊരിഞ്ഞ് അവസാനം മണ്ണു വാരിത്തിന്ന് ഉറങ്ങുന്ന പയർവള്ളി പോലെയുള്ള മെലിഞ്ഞ കഴുത്തും ഉന്തിയ വയറും ഉണ്ടായിരുന്ന ഒരു മകളാണ് അയാളുടെ. കലന്തൻ ഹാജിയുടെ മറ്റൊരു കൊച്ചുമകൻ സിനാൻ വന്ന് ഗോപാൽ യാദവിനെ ജോലിക്ക് വിളിച്ചു. അതിലേക്കാണ് നമ്മൾ ഇനി കഥയിലേക്ക് വരികയാണ്. തെങ്ങിൻ തോപ്പിൽ പച്ചപ്പുല്ലുകൾ വളർന്ന ഒരിടം നോക്കി പയ്യൻ പറഞ്ഞു, ഈട മതി, ഈട കൂച്ചോ ബൈ. തന്നെ വിളിച്ചുകൊണ്ടുവന്നത് വലിയൊരു കുഴിയെടുക്കാനാണെന്ന് അപ്പോഴാണ് ഗോപാൽ യാദവിന് മനസ്സിലായത്. ആഴം, ഭായിയുടെ ആഴം മതി. സിനാൻ അവന്റെ അസംഖ്യം കാമുകിമാരിൽ ഒരാളായ റിയ റാഫിക്ക് ഒരു വാട്സാപ്പ് സന്ദേശം നൽകുന്നതിനിടയിൽ വീതി, ഭായിയുടെ വീതി മതി. ഗോപാൽ യാദവ് പിക്കാസിന്റെ മുന വെച്ച് മണ്ണിൽ വെറുതെ ഒന്ന് വരുന്നു. ഈ ഒരാളുടെ 6 അടി നീളത്തിലും 6 അടി വീതിയിലും കുഴി കുഴിക്കാനാണ് ഗോപാൽ യാദവിനോട്, 6 അടി ആഴത്തിലും കുഴി കുഴിക്കാനാണ് ഗോപാൽ യാദവിനോട് ഈ സിനാൻ പറയുന്നത്. ഈ കുഴിയുടെ മറ്റ് പ്രത്യേകതകളെ പറ്റി ഞാനിവിടെ പറയുന്നില്ല. അത് ഒരുപക്ഷെ കഥയുടെ അവസാനം നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാവും എന്ന് കരുതുന്നു.
അപ്പൊ ഇയാൾ കുഴിയെടുക്കുകയാണ്. അവസാനം കുഴിയെടുത്ത് കഴിഞ്ഞപ്പോൾ കുഴിയുടെ ആഴവും വലിപ്പവും കണ്ടപ്പോൾ ഗോപാൽ യാദവിന് തന്നെ അതിശയം തോന്നി. പാർക്കിങ്ങിൽ നിന്ന് വണ്ടികൾ അകന്നു പോകുന്ന ശബ്ദം, വിരുന്നൊക്കെ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. ബഹളങ്ങളൊന്നും കേൾക്കാനില്ല. അയാൾ കുഴിയിലെ പച്ചമണ്ണിൽ മലർന്നു കിടന്നു. അപ്പോൾ കാറ്റിൽ ആടുന്ന കിളിയോലകൾക്കിടയിലൂടെ നിലാവിന്റെ ഒരു കീറ് കുഴിയിലേക്ക് വന്നു. രാത്രിയായി, ആൾക്കാരൊക്കെ പിരിഞ്ഞുപോയി. അപ്പോഴത്തേക്കാണ് ഇയാള് കുഴിയെടുത്തിരുന്നത്. സിനാനും വന്നു. അവിടെ കോരിയിട്ട മണ്ണിന് മേൽ കാലുകൾ അമർത്തി വെച്ച് അവൻ ചോദിച്ചു, ഹോഗയാ? ഹാജി, കുഴിയെടുത്ത് കഴിഞ്ഞു എന്ന് ഗോപാൽ യാദവ് പറഞ്ഞു. ഗോപാൽ യാദവ് എഴുന്നേറ്റു. സിനാൻ കൈകൾ നീട്ടി. അതിൽ പിടിച്ച് മുകളിലെത്തിയതും എവിടെ നിന്നോ 3-4 പേർ ഒരു പച്ച വീപ്പ താങ്ങിക്കൊണ്ടുവന്ന് കുഴിയിലേക്ക് കമഴ്ത്തി. എല്ലിൻ കഷ്ണങ്ങളോടുകൂടിയ ബിരിയാണി ഒരു കുന്നുപോലെ ഇടിഞ്ഞു വീഴുന്നത് ഗോപാൽ യാദവ് നെഞ്ചിടിപ്പോടെ നോക്കി. ഒരു മൺകൂനയ്ക്കുള്ളിൽ നിന്നെന്ന പോലെ അയാൾ തലപൊക്കിയപ്പോൾ വീണ്ടും ഒരു വീപ്പ് കൂടി വന്നു. അതിനുശേഷം വന്നതൊന്നും അയാൾ എണ്ണി നോക്കിയില്ല. ഒടുവിൽ ദം പോലും പൊട്ടിക്കാത്ത ഒരു ചെമ്പ് കൂടി വന്നു. എച്ചിൽ കൊണ്ട് കുഴി നിറഞ്ഞു. ഇനി അതെല്ലാം ചവിട്ടി ലെവലായിക്കോ, പയ്യൻ പറഞ്ഞു. ഗോപാൽ യാദവ് കുറച്ചു നേരം മിണ്ടാതെ കുഴിയുടെ വക്കിൽ തന്നെ നിന്നു. ചവിട്ടി അമർത്ത് ഭായി, സിനാൻ ഒച്ച വെച്ചു. മണി 11 ഗോപാൽ യാദവ് കാലുയർത്തി. കിടക്കുന്നത് ബസ്മതിയാണ്. ചവിട്ട് ഭായി, സിനാൻ വീണ്ടും ഒച്ച വെക്കുന്നു. ചവിട്ടി, നെഞ്ചത്ത് തന്നെ ചവിട്ടി. ആദ്യം ഒരു കരച്ചിൽ കേട്ടു. പിന്നെ അതൊരു ഞരക്കമായി. ഒടുവിൽ അതും ഇല്ലാതായി. ഇനി മൂടിക്കോ. വിയർത്തൊലിച്ച കാൽപാദങ്ങളിൽ നെയ്യും മസാലയുമായി നിൽക്കുന്ന ഗോപാലിനോട് സിനാൻ പറഞ്ഞു. ഒരു കൈക്കോട്ട് മണ്ണ് കോരി കുഴിയിലിട്ടതും ഗോപാലിനെ കൂടി ചേർത്ത് മൊബൈലിൽ ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് സിനാൻ ചോദിച്ചു, ഭായിക്ക് എത്ര മക്കളാ? ഒരു മോള്. എന്താ പേര്? സിനാൻ ചോദിക്കണം, എന്താ പേര്? ബസ്മതി. നിക്കാഹ് കഴിഞ്ഞാ? ഇല്ല. അത് കേട്ടത് മൊബൈൽ എടുത്ത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് സിനാൻ പ്രതീക്ഷയോടുകൂടി ഗോപാൽ യാദവിനെ നോക്കി. ഗോപാൽ യാദവിന് ഒരു മകളാണ്. 6-ാം മാസം ഗർഭിണിയായിരുന്നപ്പോ ഭാര്യയ്ക്ക് ബസ്മതി അരിയോട് വലുതായ ഭ്രമം തോന്നിയപ്പോ അതിന്റെ ഓർമ്മയ്ക്ക് മകൾക്ക് ബസ്മതി എന്ന് തന്നെ പേരിട്ടത്. അപ്പൊ ആ ബസ്മതിയെ പറ്റിയാണ് ഇയാളോട് ചോദിക്കുന്നത്. അത് കേട്ടത് മൊബൈൽ എടുത്ത് പോക്കറ്റിലിട്ട് സിനാൻ പ്രതീക്ഷയോടുകൂടി ഗോപാൽ യാദവിനെ നോക്കി. പഠിക്കുകയാണോ? അല്ല. ബസ്മതിയെ പറ്റി ചോദിക്കുകയാണ്. പഠിക്കുകയാണോ? അല്ല. പിന്നെ? മരിച്ചു. മരിച്ച? വലിയൊരു ആഘാതമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അങ്ങനെ ഒരു ഉത്തരം സിനാനെ ലേശം തളർത്തി. എങ്ങനെ? അയാൾ ചോദിച്ചു. വിശന്നിട്ട്. ഗോപാൽ യാദവ് പറഞ്ഞു, വിശന്നിട്ട് മരിച്ചു. ഗോപാൽ യാദവ് ഒരു കൈക്കോട്ട് മണ്ണുകൂടി ബസ്മതിക്ക് മേൽ കുത്തിയിട്ടു. പിന്നെ കുറെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. കഥ അവിടെ അവസാനിക്കുകയാണ്. ഈ കഥയില് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ബസ്മതി അരിയോടുള്ള താല്പര്യം കൊണ്ടാണ് മകൾക്ക് ബസ്മതി എന്ന് പേരിട്ടത്. ഇയാൾ ജോലി കഴിഞ്ഞ് വരുമ്പോ ഭക്ഷണമില്ലാതെ മണ്ണ് വാരി തിന്ന് ജീവിച്ച ഒരു കുട്ടിയാണ്. അത് പട്ടിണി കൊണ്ട് മരിച്ചു. അപ്പൊ ഈ മിച്ചം വന്ന ബസ്മതി അരിയുടെ ബിരിയാണി ഈ കുഴിയിലേക്ക് തട്ടുമ്പോൾ ഇയാൾക്ക് നെഞ്ച് വിങ്ങി പൊട്ടുകയാണ്. കാരണം കുറെ നാള് മുമ്പ് മരിച്ചുപോയ ബസ്മതി എന്ന സ്വന്തം മകളെ ഇതുപോലെ കുഴിച്ചിട്ടതാണ്. ചവിട്ടി അമർത്തുവാൻ പറയുമ്പോൾ പട്ടിണിയിൽ മരിച്ചുപോയ സ്വന്തം മകളുടെ കുഴിമാടമാണ് അയാൾക്ക് ഓർമ്മ വരിക. 2 കുഴിയിലും ബസ്മതിയാണ്. അയാൾ തേങ്ങുകയാണ്. നിവൃത്തിയില്ലാതെ ഗോപാൽ യാദവ് ചവിട്ടുകയാണ് നെഞ്ചത്ത് തന്നെ. കഥ വായിച്ചു കഴിയുമ്പോൾ മനസ്സിൽ വലിയൊരു കല്ലെടുത്ത് വെച്ച പോലെ തോന്നുന്നു. കണ്ണുകൾ ഈറനണി. ഇനിയും ബസ്മതിയുടെ മണം വരുമ്പോൾ പട്ടിണി മൂലം മരിച്ച ഗോപാൽ യാദവിന്റെ മകളെ. ഈ കഥാഖ്യാനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും സമയം കിട്ടുമ്പോൾ ഈ കഥ സ്വന്തമായി വായിച്ച് അത് ആസ്വദിച്ച് ഈ മനുഷ്യന്റെ ധൂർത്തിനെയും പട്ടിണിയെയും എങ്ങനെ അത് ചിത്രീകരിച്ചിരിക്കുന്നു, അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങളെ ഒന്നുകൂടെ ഓർത്തു വെക്കണം.
അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് ഞാൻ ഈ കഥ വായിച്ച ദിവസം മുതൽ ഇന്ന് വരെ ആ ബിരിയാണി എപ്പോഴും എൻ്റെ കൂടെ എന്നെ ഹോണ്ട് ചെയ്യുന്നു. എന്നെ ഇങ്ങനെ വേട്ടയാടുന്നു എന്ന് പറയാതെ നിർത്തിയില്ല. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. താങ്ക് യു. സാറേ, താങ്ക് യു സോ മച്ച്. ഈ ഓരോ ബിരിയാണി ഇനി കഴിക്കുമ്പോഴും ഈ ബിരിയാണി കഥ ഓർമ്മ വരുമെന്നുള്ളത് തീർച്ചയാണ്. അത്രയ്ക്ക് ടച്ചിങ് ആയിരുന്നു. മനുഷ്യന്റെ ധൂർത്ത്, ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം എന്ന പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. റിയലി ടച്ചിങ്. താങ്ക് യു സോ മച്ച് സാർ. അടുത്ത ഒരു ഗാനവുമായി വരുന്നു പ്രിയ ജ്യോതി പ്രദീപ്. എല്ലാവർക്കും നമസ്കാരം. ഗാനം തുടങ്ങുകയാണ്. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പൂജയ്ക്ക്, പെൺപൂവാണേലാഹാ മറ്റൊരു കാർവർണ്ണനമാലയ്ക്ക്. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, കല്യാണി കളവാണി. നിന്റെ ഇടത്തെ കൺപുരീകം തുടിക്കണുണ്ടോ, നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കണുണ്ടോ, നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ, നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കണുണ്ടോ. തത്തമ്മേ കൂട്ടിനകത്ത് കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോൾ ആരോ കുളിർന്ന കുന്നും ചരിവിലിരുന്നു വിളിക്കണുണ്ടോ. കൂട്ടിനകത്ത് കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോൾ ആരോ കുളിർന്ന കുന്നും ചരിവിലിരുന്ന് വിളിക്കണുണ്ടോ. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പൂജയ്ക്ക്, പെൺപൂവാണേലാഹാ മറ്റൊരു കാർവർണ്ണനമാലയ്ക്ക്. കല്യാണി കളവാണി. നിന്റെ മനസ്സിൻ പൊന്നറകൾ തുറക്കണുണ്ടോ, നിന്റെ മുത്തുവിളക്കുകൾ ഊതിക്കെടുത്തണുണ്ടോ, നിന്റെ മനസ്സിൻ പൊന്നറകൾ തുറക്കണുണ്ടോ, നിന്റെ മുത്തുവിളക്കുകൾ ഊതിക്കെടുത്തണുണ്ടോ. തത്തമ്മേ പൂത്തകിനാക്കൾ പൊതിഞ്ഞു പിടിച്ചു മയങ്ങുമ്പോൾ ആരോ പുറത്തു പച്ചില മെതിയടിയിട്ടു നടക്കണുണ്ടോ. പൂത്തകിനാക്കൾ പൊതിഞ്ഞു പിടിച്ചു മയങ്ങുമ്പോൾ ആരോ പുറത്തു പച്ചില മെതിയടിയിട്ടു നടക്കണുണ്ടോ. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പൂജയ്ക്ക്, പെൺപൂവാണേലാഹാ മറ്റൊരു കാർവർണ്ണനമാലയ്ക്ക്. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, കല്യാണി കളവാണി. സൂപ്പർ. ഒരു ബിരിയാണി കഴിഞ്ഞ് കല്യാണി കളവാണിയായി. നന്നായിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത
അതെ, അടുത്ത ഒരു ഗാനവുമായി വരുന്നു നമ്മുടെ ചേർത്തല അംബികാജി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചുവന്ന സന്ധ്യകൾ എന്ന സിനിമയിലെ പി സുശീല പാടിയ ഒരു പാട്ടാണ് പാടുന്നത്. പി സുശീല പാടുന്നതായിട്ടൊന്നും ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേലിക്കാലം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം. നക്ഷത്രത്തിരി കൊളുത്തും നിലാവിന്റെ കൈകളിൽ നിശ്ചയ താമ്പൂലതാലം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം. മാനത്തെ നവരത്ന വ്യാപാരത്തെരുവുകളിൽ മഞ്ചലേറി വന്നിറങ്ങിയ രത്ന വ്യാപാരി. മാനത്തെ നവരത്ന വ്യാപാരത്തെരുവുകളിൽ മഞ്ചലേറി വന്നിറങ്ങിയ രത്ന വ്യാപാരി. ഒരു വളയ്ക്കു മുത്തു തരൂ, ഒരു മുന്നിന് പൊന്നു തരൂ. ഒരു വളയ്ക്ക് മുത്തു തരൂ, ഒരു മിന്നിന് പൊന്നു തരൂ. ഒരു കോടി ദ്വീപുകളുടെ അധിപനല്ലേ നീ, അധിപനല്ലേ നീ. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം. നക്ഷത്രത്തിരി കൊളുത്തും നിലാവിന്റെ കൈകളിൽ നിശ്ചയ താമ്പൂലതാലം. സ്വപ്നത്തിൻ സ്വരരാഗ സംഗീത സദസുകളിൽ സ്വർണ്ണ വീണ മീട്ടി വന്നൊരു സ്വർഗ സഞ്ചാരി. സ്വപ്നത്തിൻ സ്വരരാഗ സംഗീത സദസുകളിൽ സ്വർണ്ണ വീണ മീട്ടി വന്നൊരു സ്വർഗ സഞ്ചാരി. ഒരു നിമിഷം കൂടെ വരൂ, ഒരു പല്ലവി പാടിത്തരൂ. ഒരു നിമിഷം കൂടെ വരൂ, ഒരു പല്ലവി പാടിത്തരൂ. ഒരു ഗാനസാഗരത്തിൻ അധീപനല്ലേ നീ, അധീപനല്ലേ നീ. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം. നക്ഷത്രത്തിരി കൊളുത്തും നിലാവിന്റെ കൈകളിൽ നിശ്ചയ താമ്പൂലതാലം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം. തീർന്നു. സുശീലയൊന്നും കുറ്റം പറയില്ല. ഏപ്രിൽ മാസത്തെ ഈ രാവും പുണ്യരാവായി. അതുകൊണ്ട് താങ്ക് യു. ഇനി ഒരു കവിതയുമായി വരുന്നു നമ്മുടെ ഗാനഗോകുലം ഗീതാരവി. സാറേ, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടേ. നമസ്കാരം. ഞാൻ ഈ കവിതയുടെ കാര്യമൊക്കെ ഇന്നലെ രാവിലെ നിവേദനം പറഞ്ഞപ്പോ അറിയുന്നേ. എനിക്ക് കവിത എടുക്കാൻ നേരിടപ്പോ ഞാൻ തന്നെ പണ്ടെങ്ങോ 96-ലെ സൂര്യനെല്ലി പീഡനം കഴിഞ്ഞപ്പോ എഴുതിയൊരു കവിതയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇര എന്ന് പറഞ്ഞ കവിത സ്കൂളിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇര ചൂടുന്നതൊക്കെ സമയം ഉണ്ടായില്ല, ക്ഷമിക്കുക. രാവേറെയായി ദൂരെ ഇരുളിലേതോ രാപ്പക്ഷിതൻ ഭയജനകമാംസ്വരം കേട്ടുണർന്നൊരാ പെൺകൊടി തന്നുടൽ വെട്ടി വിയർത്തു ഞെട്ടി വിറച്ചു. രാവേറെയായി ദൂരെ ഇരുളിലേതോ രാപ്പക്ഷിതൻ ഭയജനകമാംസ്വരം കേട്ടുണർന്നൊരാ പെൺകൊടി തന്നുടൽ
വെട്ടിവിയർത്തു ഞെട്ടിവിറച്ചു ഇരുളിൻ മറപറ്റി അന്തിക്കു കൂടെ പോന്ന അരുമയാം തോഴനിന്ന് എവിടെന്ന് തേങ്ങി. ഇരുളിൻ മറപറ്റി അന്തിക്കു കൂടെ പോന്ന അരുമയാം തോഴൻ എവിടെന്നു തേങ്ങി. പ്രണയത്തിൻ സുഗന്ധം നൽകിയൊരു പ്രേരണയാൽ സുഖജീവിതം തേടിയ കാമിനിയവൾ. പ്രണയത്തിൻ സുഗന്ധം നൽകിയൊരുൾപ്രേരണയാൽ സുഖജീവിതം തേടിയ കാമിനിയവൾ. പെറ്റുലാളിച്ച കൈകൾ മറന്നു, പോറ്റി വളർത്തിയ താതനെ മറന്നു. എന്നോ പറ്റിക്കൂടിയ മായയാം പ്രേമത്തിൽ വീണു സ്വന്തം ലോകം പോലും തിരിച്ചറിഞ്ഞില്ലവൾ. പെറ്റുലാളിച്ച കൈകൾ മറന്നു, പോറ്റി വളർത്തിയ താതനെ മറന്നു. എന്നോ പറ്റിക്കൂടിയ മായയാം പ്രേമത്തിൽ വീണു സ്വന്തം ലോകം പോലും തിരിച്ചറിഞ്ഞില്ലവൾ. ഇപ്പോൾ ഒറ്റപ്പെട്ടോരിടുക്കുമുറിയിൽ ചുക്കിച്ചുളുങ്ങി അറ്റം കീറിയൊരാ പായ്വിരിയിൽ. ഇപ്പോൾ ഒറ്റപ്പെട്ടോരിടുക്കുമുറിയിൽ ചുക്കിച്ചുളുങ്ങി അറ്റം കീറിയൊരാ പായ്വിരിയിൽ. നഖക്ഷതങ്ങൾ നീറ്റിപ്പുകയും തൻ ഗാത്രം മറയ്ക്കുവാൻ ഉടുതുണി തേടിയവൾ. നഖക്ഷതങ്ങൾ നീറ്റിപ്പുകയ്ക്കും തൻ ഗാത്രം മറയ്ക്കുവാൻ ഉടുതുണി തേടിയവൾ. ഇരുളിൽ നിന്നൊരു പാദപതനസ്വരം വരളും മനസ്സിനൊരു ദാഹജലം പോലെ. ഇരുളിൽ നിന്നൊരു പാദപതനസ്വരം വരളും മനസ്സിനൊരു ദാഹജലം പോലെ. തല ചെരിച്ചിടവേ കണ്ടു മറ്റൊരു മുഖം വിഫലമായി തീരും വിധം പിടിയിൽ അമർന്നുപോയി. തല ചരിച്ചിടവേ മറ്റൊരു മുഖം വിഫലമായി തീരും വിധം പിടിയിൽ അമർന്നുപോയി. വാക്കുകളില്ലാത്തൊരു ഭയത്തിൻ പിടിയിലമർന്നുപോയവൾ. യാമങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴവേ, ആളുകൾ ഓരോന്നായി മാറി മറയവേ, ബോധം മറഞ്ഞൊരാ പെൺകിളിയാണിനി നാളത്തെ ഏറെ നാളത്തെ കേന്ദ്രബിന്ദു ഇര. യാമങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴവേ, ആളുകൾ ഓരോന്നായി മാറി മറയവേ, ബോധം മറഞ്ഞൊരാ പെൺകിളിയാണിനി നാളത്തെ ഏറെ നാളത്തെ കേന്ദ്രബിന്ദുവാം ഇരാ. ഇത് 96-ലെ ചോരുനെല്ലിയ. പിന്നീട് തുടരുമ്പോൾ ഒരു അകം പുറമെന്ന് പറഞ്ഞ ചെറിയൊരു കഥ അറ്റാച്ച് ചെയ്യാണ്. പെൺകുട്ടികൾ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. നിന്റെ മൊഴികളുടെ ഇടവേളകളിൽ നിണം ചോരുന്ന മണം ഞാൻ അറിയുന്നു. നിന്റെ മൊഴികളുടെ ഇടവേളകളിൽ നിണം ചോരുന്ന മണം ഞാൻ അറിയുന്നു. നിന്റെ പുഞ്ചിരിയുടെ പിറകിൽ നനവറ്റ ഒരു വിറച്ച ഞാൻ കാണുന്നു. നിന്റെ പുഞ്ചിരിയുടെ പിറകിൽ നനവറ്റ ഒരു വിറച്ച ഞാൻ കാണുന്നു. നിന്റെ സ്പർശനത്തിന് പിന്നിൽ നീരാളിയുടെ ആക്രാന്തം ഞാൻ അനുഭവിക്കുകയാണ്. നിന്റെ സ്പർശനത്തിന് പിറകിൽ നീരാളിയുടെ ആക്രാന്തം ഞാൻ അനുഭവിക്കുകയാണ്. എന്നിട്ടും ഞാൻ നിന്നെ തന്നെ പ്രണയിക്കുന്നു. നൈമിഷികമാണെന്ന് അറിയിലും പിന്നെ എത്ര 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 പത്രവാർത്തകൾ കണ്ടിട്ടു. താങ്ക് യു സോ മച്ച്. അപ്പൊ കവിതയുടെ കാര്യത്തിലും പിറകിലല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഒരു ആൺസരവുമായി വരുന്നു നമ്മുടെ ഗായകൻ അരുൺ ഗോപിനാഥ്. താങ്ക് യു. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ, നിന്റെ തങ്കവള ചിത്രവള കാരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ, ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കൂട്ടിൽ ഇതൾ വീരിച്ചു. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം ഇറങ്ങി തേൻ ചോരി. എന്റെ പാടുംകൂളി ചിറകുള്ള
സ്വപ്നജാലങ്ങളെ പറക്കും തളികയിൽ എടുത്തുയർത്തി താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ മഞ്ഞളയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൽ മംഗളം പാലയായി നീ ഇതൾ വീരിച്ചു ഇപ്പോൾ 1000 കാവടി കലശങ്ങളാടുമെന്റെ ചേതനയെ സ്വർഗത്തിൽ പിടിച്ചിരുത്തി താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ എന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി ഓഹോ ഓഹോ താങ്ക് യു. താങ്ക് യു അരുൺ, നന്നായിരുന്നു. ഇനി നമ്മുടെ മോഹൻദാസ് സാറിന്റെ സ്ഥിരമായ ഒരു കോൺട്രിബ്യൂഷൻ ആണ് കഥ ആഖ്യാനം. എല്ലാ മാസവും സാറ് ആ ഒരു കഥയുടെ വിശകലനവുമായി എത്തും. തീർച്ചയായിട്ടും സാറിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. മ്യൂട്ടാണ് സാറേ. മോഹൻദാസ് സാർ എത്തിയില്ലേ? എത്തിയിട്ടോ മ്യൂട്ട് എന്റെ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ട് സാർ. ഒരു മിനിറ്റ് ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, ഹലോ, തുടങ്ങിക്കോളൂ. ആ കേൾക്കാം. കേൾക്കാം. ആദ്യം ക്ഷമാപനത്തോടാണ് തുടങ്ങുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് മകളുടെ വീട്ടിലാണ്. മകളുടെ വീടിനോട് ചേർന്നുള്ള ഒരു അമ്പലമുണ്ട്, ദേവീക്ഷേത്രം. ഒരാഴ്ചത്തെ ഉത്സവം കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് എഴുന്നള്ളിപ്പായിരുന്നു. ആദ്യത്തെ പറയെടുപ്പും തട്ടനെടുക്കലും അവരുടെ വീട്ടിൽ നടയിലാണ് ആദ്യത്തേത്. അത് 8:30 മണിയായി. 8 മണി എന്നുള്ളത് 8:30 ആയി. അതാണ് ഞാൻ കയറാൻ വൈകിയത്. ഇപ്പൊ ടെറസിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ വേറെ കാര്യമായിട്ട് വന്നുകൊണ്ട് അവിടെ നിൽക്കുക, അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ ഇതിൽ 2 ദിവസം മുമ്പേ പ്രദീപ് സാറിന്റെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. അത് ഗ്രൂപ്പിൽ നിന്നും ഞാൻ ചിലപ്പം ഒഴിവേണ്ടി വരേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളതിൽ അതിന്റെ ഒരു വിഷമം ദുഃഖമൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും എപ്പോഴും പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ നവംബർ മുതൽ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഹെൽത്ത് മാത്രമേ ഉണ്ട്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത്. കാരണം കുറെ ഇഷ്യൂസ് ഉണ്ട്. എനിക്കില്ലായിരുന്നത് വരുന്നുണ്ട്. ഇപ്പൊ 2 പേരും CRT-യാണ്. അപ്പൊ അതിനുള്ള ഒരു പ്രവർത്തനത്തിലാണ്. ആ സാഹചര്യമാണ് ഈ മെസ്സേജ് കിട്ടുന്നത്. ഇന്നത്തെ ഞാൻ വായിക്കുന്ന കഥ ഒന്ന് നമ്മുടെ പുനർനവയ ഒരു ഭാഗത്തും സാമ്യം വരുന്ന ഒരു ചെറുകഥയാണ്. വളരെ ചുരുക്കമുള്ളതാണ്. നേരത്തെ എഴുതി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഇത് യഥാർത്ഥത്തില് എനിക്ക് ഉപയോഗിച്ചൊരു
സംഭവമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അത് വായിച്ച് ഞാൻ തീരുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഇത് മനസ്സിലാകും, എത്രത്തോളം പുനർനവായി എനിക്ക് സപ്പോർട്ടായി ഇരിക്കുന്നു എന്നുള്ളതിന്. ഓക്കെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എ ഫ്രണ്ട് ഈസ് വൺ സോൾ അബൈഡിങ് ഇൻ ടു ബോഡീസ്. സൗഹൃദത്തിന്റെ തീക്കനൽ. ഒരിക്കൽ പേർഷ്യയിൽ അലി എന്ന ദരിദ്രനായ ഒരു യുവാവ് ജീവിച്ചിരുന്നു. പാവപ്പെട്ടവനാണെങ്കിലും ധീരനും ആത്മാഭിമാനിയുമായിരുന്നു അവൻ. അമ്മാർ എന്ന ഒരു ധനികനായ വ്യാപാരിയുടെ കീഴിൽ ജോലി ചെയ്ത് ജീവിച്ചു പോന്നു. അലിയുടെ ദരിദ്രാവസ്ഥ കണ്ടറിഞ്ഞ് അവനെ സഹായിക്കാൻ അമ്മാർ ശ്രമിച്ചിരുന്നെങ്കിലും ഔദാര്യമായി ഒന്നും അലി സ്വീകരിച്ചിരുന്നില്ല. ഒരു കടുത്ത ശൈത്യകാലത്ത് അമ്മാർ അലിയോട് പറഞ്ഞു, ആ കാണുന്ന മലയുടെ മുകളിൽ ഒരു പുതപ്പും ഭക്ഷണവും ഇല്ലാതെ ഒരു രാത്രി കഴിച്ചുകൂട്ടാൻ ആർക്കുമാവില്ല. പക്ഷേ നീ ധീരനാണ്, നിനക്ക് ആ മലമുകളിൽ രാത്രി കഴിച്ചുകൂട്ടാനാവുമെങ്കിൽ വലിയ തുക പാരിതോഷികം നൽകാം. വെല്ലുവിളി ഏറ്റെടുത്ത ശേഷം അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഈ 30 ദിവസം ശമ്പളം കൂടാതെ എനിക്ക് ജോലി ചെയ്യണം. അലി പറഞ്ഞു, നാളെ ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് മലമുകളിലേക്ക് പോകാം. പിറ്റേന്ന് അലി കടയിൽ നിന്നും നേരത്തെ ഇറങ്ങി. പുറത്ത് തണുത്ത കാറ്റ് വീശുന്നത് കണ്ട് അലി ഭയപ്പെട്ടു. അലി നേരെ തൻ്റെ ഉറ്റ സുഹൃത്ത് ഐദീന്റെ അടുത്തെത്തി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. ഐദീൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. നാളെ നീ മലയുടെ മുകളിലായിരിക്കുമ്പോൾ മുന്നോട്ട് നോക്കുക. നീ നിൽക്കുന്ന മലയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു മലയുടെ മുകളിൽ ഞാൻ ഉണ്ടായിരിക്കും. അവിടെ ഞാൻ മുഴുവൻ രാത്രിയും നിനക്കായി കത്തിച്ച ഒരു കനൽ കൂമ്പാരം ഉണ്ടാക്കും. നീ തീയിലേക്ക് നോക്കുക. നിന്നെ ചൂടാക്കി കാത്തു സംരക്ഷിക്കുന്ന നമ്മുടെ സൗഹൃദത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഒന്ന് മാത്രം നോക്കുക, ഈ തീയിലേക്ക് നോക്കുക. നിന്നെ ചൂടാക്കി കാത്ത് സംരക്ഷിക്കുന്ന നമ്മുടെ സൗഹൃദത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അങ്ങനെ അലി മലയുടെ മുകളിലെത്തി. കടുത്ത തണുപ്പ്, ഹൃദയം പോലും മരവിച്ചു പോകുന്നതായി അവന് തോന്നി. ആ നിമിഷത്തിൽ തൊട്ടടുത്ത മലയുടെ മുകളിൽ നിന്ന് ഈ കനലിന്റെ വെളിച്ചം അലി കണ്ടു. അതിലേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ നേരെ എത്തിച്ചു. അങ്ങനെ ആ പരീക്ഷണത്തിൽ വലിയൊരു തുക പാരിതോഷികവും ലഭിച്ചു. ഉടൻ തന്നെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് പകുതി തുക ഇതിന് സമ്മാനമായി നീട്ടി. ഇതിൻ പറഞ്ഞു, എനിക്ക് പണമായി ഒന്നും വേണ്ട, പക്ഷേ എന്റെ ജീവിതത്തിൽ മരവിപ്പിക്കുന്ന തണുത്ത കാറ്റ് വീശാൽ നീ എനിക്ക് സൗഹൃദത്തിന് തീ കൊണ്ട് ചൂട് നൽകുക. ഇതിൻ പറഞ്ഞു, എനിക്ക് പണമായി ഒന്നും വേണ്ട, പക്ഷേ എന്റെ ജീവിതത്തിൽ മരവിപ്പിക്കുന്ന തണുത്ത കാറ്റ് വീശിയാൽ നീ എനിക്ക് സൗഹൃദത്തിന്റെ തീ കൊണ്ട് ചൂട് നൽകുക. യഥാർത്ഥ സൗഹൃദം എത്രത്തോളം ശക്തമാണ് ഈ കഥ കാണിച്ചു തരും. അലിയുടെയും ഐദിയുടെയും സൗഹൃദം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കി. കഠിനമായ സാഹചര്യങ്ങളിൽ പോലും പ്രത്യാശയും മനോബലവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ കഥ ഊന്നിപ്പറയുന്നു. അലി തന്റെ സൗഹൃദ സഹായത്തോടെ മാനസികമായി ശക്തനായി ജീവിച്ചു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി വളരെ പ്രധാനമാണ്. തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഉദാഹരണമാണ്. യഥാർത്ഥ സൗഹൃദത്തിൽ പരസ്പര വിശ്വാസത്തിന് വലിയ പങ്കുണ്ട്. അലിയും ഹൈദീനും തമ്മിലുള്ള വിശ്വാസമാണ് അവരെ ഈ പ്രതിസന്ധിയിൽ വിജയിക്കാൻ സഹായിച്ചത്. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ സൗഹൃദം ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിധികളിൽ ഒന്നാണെന്നാണ്. പുനർവയും ഞാൻ ആ ഒരു നിധിയായിട്ട് കരുതുന്നു, കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഈ സാറിന്റെ ഒരു കൊച്ചു കഥയാണെങ്കിലും ഏത് കഠിനമായ തണുപ്പും സൗഹൃദത്തിന്റെ ചൂട് കൊണ്ട് മാറ്റാം. നമുക്കും ആ പുനർനവയിലെ ഓരോരുത്തർക്കും ആ സൗഹൃദത്തിന്റെ ചൂട് അനുഭവിക്കാം.
താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു പുതിയ പ്രോഗ്രാമായിട്ട് പാചകവിധി രുചിക്കൂട്ടുമായി നമ്മുടെ രാധാജി വരുന്നു. വെൽക്കം രാധാജി. പേപ്പറും പേനയും എടുക്കണം. റെസിപ്പി മ്യൂട്ടില് എല്ലാവരും പേപ്പറും പേനയും എടുക്കണോ? ഇപ്പൊ കേട്ടാ മതി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ റെസിപ്പി ഇടാം. ഓക്കെ. മ്യൂട്ടാണ്. രാജി തുടങ്ങിയോ? ഒന്നും കേൾക്കുന്നില്ല. മ്യൂട്ടിലാണ്. രാധാജി ഒന്നും കേൾക്കുന്നില്ല. രാധാജി വെയിറ്റ് ചെയ്യാം, സ്ക്രീൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അനുരിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. മാമ്പഴത്തിന്റെ കാലാണ്. അപ്പൊ നമുക്കൊരു സ്വാദിഷ്ടമായ മാമ്പഴ പച്ചടി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ കോട്ടയം സൈഡിലുള്ള ഒരു മാമ്പഴ പച്ചടിയെ കുറിച്ചാണ്. ഇപ്പൊ അറിയാലോ എല്ലാവർക്കും മാമ്പഴത്തിന്റെ കാലാണ്. അപ്പൊ നമുക്കൊരു സ്വാദിഷ്ടമായ മാമ്പഴ പച്ചടി, അത് മധുരമുള്ള കറിയാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് ധാരാളം മാമ്പഴമുണ്ട്. അതെല്ലാം വൃത്തിയായിട്ട് കഴുകി നല്ല പുഴു കേക്കാമോ ജേക്കബ് സാറേ? ഇപ്പം കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. നേരത്തെ കേട്ടില്ലേ? നേരത്തെ കേട്ടു. അതിനായിട്ട് മാമ്പഴം എടുക്കാം, പുഴുവൊക്കെ അത്രയും കേട്ടു. കത്തി കയ്യിലിരിക്കുന്നതേ ഉള്ളൂ. ഇല്ലാത്ത മാമ്പഴങ്ങൾ നോക്കി വൃത്തിയായിട്ട് എടുക്കുക. അതിന്റെ ഈ മൂക്ക് ചെത്തിയ ശേഷം കഷ്ണമായിട്ടോ ഈ സൈഡില് മാമ്പഴത്തിന്റെ തൊലി മാറ്റേണ്ടതില്ല. ഇങ്ങനെ രണ്ട് സൈഡും പൂളിയിട്ട് ഈ മാങ്ങ അണ്ടിയോടുകൂടി ഇതിനകത്തേക്ക് ഇടാം. അങ്ങനെ നമുക്ക് എത്ര മാങ്ങയാ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മാങ്ങയും തൊലിയോടുകൂടി, അതായത് രണ്ടു വശവും പൂളി ഇതിനകത്തേക്ക് ഇടാം. ഒരു കുക്കറിലേക്ക് ഇടുവാണെങ്കിൽ എളുപ്പമുണ്ട്. കുക്കറിൽ ആകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഒരു എളുപ്പമുള്ളത് കൊണ്ടാണ് കുക്കറിലേക്ക് ഇടുന്നത്. അപ്പം നമ്മൾ കുക്കറിലേക്ക് മുഴുവൻ നമുക്ക് കഴുകിയെടുത്ത മാങ്ങകളും ഇതിനകത്തേക്ക് ഇടുന്നു. അത് കഴിഞ്ഞ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അതിന്റെ ഈ രണ്ടു വശവും പൂളി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് ഒരുപാടൊന്നും വേണ്ട. ഇതൊരു
ഉപ്പുള്ള കറി അല്ലാത്തവരും പേരിന് ഒരു മധുരവും പുളിയും എല്ലാം കൂടെ ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം മതി. അത് ഒരു സ്വല്പം മുളക് പൊടിയും വളരെ കുറച്ച് മതി. വളരെ കുറച്ച് മുളക് പൊടി ഇട്ടു. ഇത്രയും സാധനങ്ങളുമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ വേണ്ടത് ശർക്കരയാണ്. അപ്പം എൻ്റെ മാമ്പഴ പച്ചടിക്ക് ഞാൻ ഇത്രയും മാങ്ങയാണ് ചെത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് പാകത്തിനുള്ള മധുരം ഇത്തിരി മുമ്പിൽ നിൽക്കണം. അപ്പൊ അതിന് പാകത്തിലുള്ള ശർക്കര കഷ്ണങ്ങൾ, ശർക്കര ഉണ്ട ഞാൻ ഒന്ന് രണ്ട് മൂന്നാക്കി കഷ്ണാക്കി. അപ്പൊ അങ്ങനെയുള്ള ശർക്കര കഷ്ണങ്ങളും ഇട്ട് അതിന് ഏകദേശം ഒരു പാകം നമുക്ക് നോക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് അളവൊന്നും വയ്ക്കാനില്ല. ഈ മാങ്ങയ്ക്ക് പാകമുള്ള ശർക്കര ഇട്ടു. അതിനുശേഷം അല്പം നമുക്ക് വെള്ളം ഒഴിക്കും. അല്പം നമുക്ക് ഇതിന്റെ പുറത്ത് മുങ്ങിക്കിടക്കാനൊന്നും വേണ്ട, അല്പം വെള്ളം ഒന്ന് വേവാൻ മാത്രമുള്ള ഒന്ന് വെള്ളം ഒഴിച്ചു. അതിനുശേഷം കുക്കർ നന്നായിട്ട് അടച്ചു. അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിലേക്ക് എടുത്തു വെച്ചു. കുക്കറിലേക്ക് ഒരു 3-4 വിസിൽ വരുന്നിടം വരെ ആ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുക. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചേർത്താൽ മതി. 3-4 വിസിൽ വന്നു. കുറച്ചു നേരം അടച്ചു വെച്ച് ഫ്രീ ആയിട്ട് വെച്ച ശേഷം തുറക്കുവാണ്. തുറന്നു കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നത്. ശർക്കരക്കകത്ത് മുഴുവൻ കിടന്ന് വറ്റിയ മാങ്ങയാണിത്. മാങ്ങ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കണം. അധികം വെള്ളം പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വറ്റിച്ച് കുറുക്കി ഇത് സ്റ്റവിന്റെ മുകളിൽ തന്നെ വെച്ചേക്കുക. തേങ്ങ എടുക്കാം. അതിനുശേഷം ഏകദേശം ഇത്രയും ഒരു അരമുറി തേങ്ങ എടുത്ത് ചിരണ്ടി വെക്കുക. ഒരു 2 സ്പൂൺ ജീരകം ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ആ 2 സ്പൂൺ ജീരകം ഇട്ട് ഞാൻ ജസ്റ്റ് തേങ്ങ ഒന്ന് കറക്കിയെടുത്തു. ഒരുപാട് അരയാൻ പാടില്ല, ഒന്ന് ചതയാൻ മാത്രമേ പാടുള്ളൂ. ഇനി അടുത്തതായിട്ടാണ് ഏറ്റവും ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കടുക്. വളരെ കുറച്ച് ഒരു 1 ടീസ്പൂണോ 2 ടീസ്പൂൺ അത്രയും മാത്രം മതി. അല്പം കടുക് എടുത്ത് കടുക് ഇതിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കുക. ഒരുപാട് അരയരുത്, കടുക് അരഞ്ഞു കഴിഞ്ഞാൽ കയ്പ് വരും. അതുകൊണ്ട് ഈ തേങ്ങയ്ക്കകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കറക്കിയെടുക്കുക. ഈ തേങ്ങയും ജീരകവും കടുകും ചതച്ച കൂട്ടാണിത്. ഇത് ഞാൻ ഈ വറ്റിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇടുകയാണ്. മാങ്ങയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ തേങ്ങാക്കൂട്ടും ഈ മാങ്ങയും കൂടെ നന്നായിട്ട്. ഇപ്പം മാങ്ങ ശർക്കരയെ കിടന്ന് നന്നായിട്ട് വറ്റിയ മാങ്ങയാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളം പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഈ സമയം കൊണ്ട് തേങ്ങ ഒരുപാട് വേവാൻ പാടില്ല. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നേ ഉള്ളൂ. ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒരുപാട് തേങ്ങ ഇട്ട് വേവിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് കടുക് വറുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ഇതിനുശേഷം നമ്മൾ കടുക് വറുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തു. വറ്റൽമുളക് മുറിച്ചിട്ടു, കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ ഈ കരിയേപ്പിലകളും ഇട്ട് കടുക് പൊട്ടിച്ചെടുത്തു. നമ്മുടെ തേങ്ങ വെന്ത് കഴിഞ്ഞു. തേങ്ങ ഇട്ടുള്ള മാങ്ങ റെഡി ആയി കഴിഞ്ഞു. ഈ പാകത്തിലായിരിക്കും അത് ഇരിക്കുന്നത്. തേങ്ങയും ഈ മാമ്പഴങ്ങളുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ സമയം കൊണ്ട് നമ്മൾ കടുക് വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കടുക് വറുത്തത് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴ പച്ചടി റെഡി ആയി കഴിഞ്ഞു. മാമ്പഴ പച്ചടിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെ ഇരിക്കും. ഞാനത് പ്ലേറ്റിലേക്ക് എടുത്ത് കാണിക്കണമെങ്കിൽ കാണിക്കാം. ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിലായിരിക്കും. നന്നായിട്ട്
മാമ്പഴം കുഴഞ്ഞ് പാകമായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കുകയും ചെയ്യും. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. കോട്ടയം ജില്ലയിലെ ഈ കിടങ്ങൂർ ഈ ഭാഗത്ത് മാത്രമേ ഇത് ഇങ്ങനെ ഒരു കറി കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ ഈ അടുത്തുള്ള വീടുകളിലെല്ലാവരും മാമ്പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് ദിവസവും തന്നെ വെക്കുന്ന ഒരു കറിയാണിത്. എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. എൻ്റെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ കഴിഞ്ഞ വർഷത്തെ മാമ്പഴം വരെ വറ്റിച്ചതിരിക്കേണ്ട. അത് ഇപ്രാവശ്യവും അങ്ങനെ നിൽക്കുക. ഫിലോമിനാജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് ഇപ്പോഴും മാങ്ങകള് ഫിലോമിനാജിയെ നോക്കി ഫ്രീസറിൽ ഇരിക്കുന്നുമുണ്ട്. ഓക്കെ, ബൈ. എല്ലാരും പരീക്ഷിച്ച് നോക്കുക. ശരി. അപ്പം വളരെ ഡിഫറൻ്റായ ഒരു പ്രോഗ്രാമാണ് അവതരിപ്പിച്ചത്. നന്നായി. ആ രുചിക്കൂട്ടിന്റെ എല്ലാ അർത്ഥവും ചേരുന്ന വിധമായിരുന്നു. എല്ലാവർക്കും ഒരു പുതിയ കറി കൂടി ലഭ്യമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു ഗാനവുമായി വരുന്നു. ജേക്കബ് സാർ, ഒരു കാര്യം കൂടെ, ഇതിനകത്ത് ഉണ്ടാക്കിയ കറി ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരാൾക്ക് നേരിട്ട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. സൂപ്പർ നേരിട്ട് കൊടുക്കുകയും ചെയ്തു. അത് പ്രദീപ് സാറിനായിരിക്കും. എനിക്ക് 2 ദിവസം മുമ്പ് ഇതേ കറി തന്നെ കിട്ടിയത് ഇപ്പൊ എവിടുന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഞാൻ തൈര് ചേർത്തു. ഇത് തൈര് വേണ്ടല്ലോ അല്ലേ? ഇല്ല, തൈരൊന്നുമില്ല. അല്ല, ഇത് നേരിട്ട് ഞാൻ ഗീതുവിന് കൊണ്ട് കൊടുത്തു. ഡെലിഷ്യസ്, വെരി മച്ച്. ഞാൻ ഇതിനെ ഇങ്ങനെ സ്വർണം പോലെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയാ. Okay, let us proceed. Okay. ഞാൻ ആ പച്ചടിയിൽ അങ്ങനെ ആയിപ്പോയി, പാട്ടൊക്കെ മറന്നുപോയി. എല്ലാവർക്കും നമസ്കാരം. മനസ്സിൻ മടിയിലെ മാന്തളിരിൻ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാൻ ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൻ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാൻ ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രിതൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നുമിന്നും നീ പുണർന്നൊരീ താരകം. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാൻ ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. നിനക്കൊരു താരാട്ട് ഇവളൊരു പൂന്തൊട്ടിൽ, ഇടയിലെന്തേ മിഴിയാകെ ഈറനൂറുന്നോ, ഏതുമേ താങ്ങുമേ ഭൂമി ഞാനില്ലയോ, നിൻ കനവിൻ കൂടെ വാഴും ദേവസംഗീതമാണു ഞാൻ. മനസ്സിൻ മടിയിലെ മാന്തളിരിൻ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. താങ്ക് യു. മാമ്പഴ പുളിശ്ശേരി കഴിഞ്ഞൊരു മാന്തളിരിന്റെ പാട്ടുകൂടെ. ഓക്കെ, അപ്പൊ ഏതാണ്ട് ഭക്ഷണത്തിന്റെ അവസാനം എത്തുന്നു. ഒരു ഗുണപാഠ കഥകളുമായിട്ട്
ഈ സാധാരണ ഭക്ഷണത്തിന്റെ അവസാനം ഐസ്ക്രീമോ അല്ലെങ്കിൽ പ്രഥമനോ കഴിച്ചാണല്ലോ പിരിയേണ്ടത്. ഇതും അതേപോലെ ഒരു ഗുണപാഠ കഥകളുമായി, ധ്യാന കഥകളുമായി എത്തുന്നു നമ്മുടെ ഗുരുജി ശ്രീ ഹരിജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ജേക്കബ് സാർ. എല്ലാവർക്കും നമസ്കാരം. ഈ കഥ കോപ്പി ചെയ്തിരിക്കുന്നത് സെന്റ് ഫ്ലഷ് ആൻഡ് സെന്റ് ബോൺസ്, ട്രാൻസ്ലേഷൻ ബൈ ഗുരു നിത്യചൈതന്യതി, മൗന മന്ദഹാസം, ധ്യാന കഥകൾ. കഥയുടെ പേര് തെറ്റും ശരിയും. പ്രസിദ്ധ ധ്യാന ഗുരുവായ ബാങ്കി ഒരിക്കൽ ഒരു ഗുരുകുല ക്ലാസ് ക്യാമ്പ് നടത്തി. അതിൽ സംബന്ധിച്ചവർക്കെല്ലാം ഊണും ഉറക്കവും ഒന്നിച്ചായിരുന്നു. സഹപാഠികളിൽ ഒരുവൻ ഒരു ദിവസം ചെറിയ മോഷണം നടത്തി. അതിനെപ്പറ്റി ബാങ്കിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചതേയുള്ളൂ. വീണ്ടും അവൻ മോഷ്ടിച്ചു. അപ്പോൾ അവരെല്ലാം കോപാകുലരായി അവനെ പിടിച്ച് ബാങ്കിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവന്റെ മോഷണത്തെ പറ്റി പറഞ്ഞു. ബാങ്കി ചിരിച്ചുകൊണ്ട് അവനോട് പോയി പതിവുള്ള ധ്യാനം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇത് മറ്റു ശിഷ്യന്മാർക്ക് തീരെ ഇഷ്ടമായില്ല. മോഷണം നടത്തിയവനെ ഉടനെ പുറത്താക്കാത്ത പക്ഷം അവർ ഒന്നടങ്കം സ്ഥലം വിടുമെന്ന് ഭീഷണിപ്പെടുത്തി. അവരുടെ വാദം ശാന്തമായി കേട്ടുകൊണ്ട് ബാങ്കി പറഞ്ഞു, നിങ്ങളെല്ലാം നല്ല ആളുകളാണ്. നിങ്ങൾക്ക് തെറ്റും ശരിയും, നന്മയും തിന്മയും, സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും തിരിച്ചറിയാം. ഇനി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി പഠിച്ചില്ലെങ്കിലും ദോഷമൊന്നും വരാനില്ല. പോകാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പോകാം. എന്നാൽ ഈ സാധു സഹോദരന്റെ സ്ഥിതി നോക്കൂ. അയാൾക്ക് ഇനിയും നന്മയും തിന്മയും തിരിച്ചറിയാൻ പാടില്ല. തെറ്റും ശരിയും അറിയാൻ കരുത്തുണ്ടായിരുന്നെങ്കിൽ മോഷ്ടിക്കുമോ? അതുകൊണ്ട് നിങ്ങളെക്കാൾ അയാൾക്കാണ് ഒരു ഗുരുവിന്റെ ആവശ്യം. അതിനാൽ നിങ്ങൾ എല്ലാവരും പോയാലും ഞാൻ ഈ സാധു സഹോദരനെ പറഞ്ഞയക്കുകയില്ല. ബാങ്കി ഈ വാക്കുകൾ അത്യന്തം കരുണാവിവശനായി പറയുമ്പോൾ കള്ളനെന്ന് വിളിക്കപ്പെട്ട ശിഷ്യൻ ധാരധാരയായി കണ്ണീർ വാർത്തു കരയുകയായിരുന്നു. അന്നു മുതൽ അയാൾ പവിത്രമായ ഒരു ജീവിതം സദ്ഗുണ സമ്പന്നനായി തീർന്നു. താങ്ക് യു. ഞാൻ പറഞ്ഞത് വളരെ അനർത്ഥമായിരുന്നു. ഹരിജിയുടെ കഥ ഒരു വളരെ വലിയ ഗുണപാഠം തരുന്നതാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇതോടെ അവസാനിക്കുകയാണ്. ഇതിന്റെ പ്രോഗ്രാമിന്റെ ഒരു ഫീഡ്ബാക്കിനും നന്ദി പറയാനുമായിട്ട് നമ്മുടെ ബാലേട്ടനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മ്യൂട്ടില്ല സാറേ. ബാലേട്ടൻ മ്യൂട്ടിലാണ്. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. പ്രിയമുള്ളവരെ, മനോഹരമായ നമ്മുടെ ഇന്നത്തെ സാന്ദ്രലയം പരിപാടി അവസാനിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനും മുഖ്യ പ്രഭാഷകനും നമ്മുടെ സാന്ദ്രലയം പരിപാടിയുടെ പ്രോഗ്രാം ഡയറക്ടറും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജേക്കബ് സാറിനെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനാഗാനം ആലപിച്ച് പരിപാടിക്ക് തുടക്കം കുറിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഫിലോമിനാജിക്ക് ആർദ്രമായ നന്ദി അറിയിക്കുന്നു. സ്വാഗതമരുളിയ ശ്രീമതി ജയശ്രീജിയെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. വളരെ നല്ല ഒരു കഥ അവതരിപ്പിച്ച, അതായത് ബിരിയാണി, ബസുമതി അരിയുടെ ബിരിയാണി കഥ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് ജിയെ ആർദ്രമായി നന്ദി അറിയിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച ശ്രീമതി ജ്യോതി പ്രദീപ് ജി, ശ്രീമതി റോസ് ജേക്കബ് ജി, ശ്രീമതി അംബിക ജി, ശ്രീ അരുൺ ഗോപിനാഥ് ജി എന്നിവരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കഥാഖ്യാനം നടത്തിയ പ്രിയപ്പെട്ട മോഹൻദാസ് നായനാർജിയെ സവിനയം നന്ദി അറിയിക്കട്ടെ. പാചകവിധി വളരെ നന്നായി അവതരിപ്പിച്ച ശ്രീമതി രാജാജിയോട് അർദ്ധമായ നന്ദി അറിയിക്കുന്നു. വളരെ നല്ല കവിത ആലപിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗീതാജിയോട് നന്ദി അറിയിക്കുന്നു. ധ്യാന കഥകൾ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹരിജിക്ക് നന്ദി അർപ്പിക്കുന്നു. പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത് പരിപാടി വൻ വിജയമാക്കിയ നമ്മുടെ പുനർജനി കുടുംബാംഗങ്ങളെ സവിനയം
നന്ദി അറിയിക്കുന്നു. പരിപാടികളെല്ലാം നന്നായിരുന്നു. ഈ വൈകിയ വേളയിൽ വേറെ വിശകലനത്തിനൊന്നും തുനിയുന്നില്ല. അധ്യക്ഷന്റെ അനുമതിയോടെ ഇന്നത്തെ നമ്മുടെ സാന്ദ്രലയം പരിപാടി സമാപിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്ക് നന്ദി അറിയിച്ച നമ്മുടെ നന്ദി മാത്രമേ ഉള്ളൂ. ഫീഡ്ബാക്ക് ഇനിയിപ്പോൾ ലേറ്റ് ആയല്ലോ നമുക്ക്. സാരമില്ല. അത് ആ നന്ദി പ്രകടനത്തിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ആൾ.